ഇടയ്ക്കെങ്കിലും നിങ്ങൾക്കൊന്ന് തോന്നിയിട്ടുണ്ടോ? അതായത്, നമ്മളീ കാണുന്ന ലോകം വെറുമൊരു തോന്നൽ മാത്രമാണെന്ന്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചുവരുന്നു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇതെല്ലാം നമ്മളെ കൊടുക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിവെച്ചൊരു സെറ്റപ്പാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും എന്നാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. സത്യത്തിൽ പുരാതന കാലത്തെ ഗ്നോസ്റ്റിക്കുകൾ വിശ്വസിച്ചിരുന്നത് കൃത്യമായി ഇത് തന്നെയാണ്. അവർക്കിതൊരു തമാശയോ വെറും ഉപമയോ ആയിരുന്നില്ല കേട്ടോ. അക്ഷരാർത്ഥത്തിൽ ഈ ഭൗതിക പ്രപഞ്ചം ഒരു വലിയ ജയിലാണെന്നവർ വിശ്വസിച്ചു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം നമ്മളെ കുടുക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു വലിയ മായയാണ്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷനാണെന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും, അല്ലേ? ദൈവത്തെക്കുറിച്ച് നമ്മള് ഇന്നുവരെ കേട്ടതും വിശ്വസിച്ചതുമൊക്കെ അപ്പാടെ തെറ്റാണെങ്കിലോ? ശരിക്കൊന്ന് ആലോചിച്ചു നോക്കൂ. ഗ്നോസ്റ്റിസിസം എന്നത് അക്കാലത്തെ പരമ്പരാഗത മതങ്ങൾക്കെതിരെയുള്ള വലിയൊരു രഹസ്യ വിപ്ലവമായിരുന്നു. നമ്മൾ ഇത്രയും കാലം ആരാധിച്ചു പോരുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല എന്നവർ വളരെ ധൈര്യത്തോടെ തന്നെ വാദിച്ചു. ശരി, അപ്പൊ നമുക്കിതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യഥാർത്ഥ ദിവ്യലോകം അഥവാ ദ ട്രൂ ഡിവൈൻ റിയൻ. നോക്കൂ, ഗ്നോസ്റ്റിക്കുകളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായത് ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഒന്നുമല്ല. എല്ലാം തുടങ്ങിയത് മൊണാഡ് എന്ന് വിളിക്കുന്ന പരമമായ ഒരു സ്രോതസ്സിൽ നിന്നാണ്. ഈ മൊണാഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ചിന്തകൾക്കും വികാരങ്ങൾക്കുമൊക്കെ അതീതമായ അതിരുകളില്ലാത്തൊരു ശക്തിയാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നതുപോലെ ഈ മൊണാഡിൽ നിന്ന് സ്വാഭാവികമായി പുറത്തുവന്ന ദിവ്യസത്യങ്ങളെയാണ് അവർ ഇയോണുകൾ എന്ന് വിളിച്ചത്. ഇങ്ങനെ ഉണ്ടായി വന്ന ഇയോണുകളെല്ലാം കൂടെ വളരെ സന്തുലിതമായ ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ യഥാർത്ഥ ദിവ്യലോകമാണ് പ്ലിറോമ. സ്ഥലത്തിനും കാലത്തിനുമൊക്കെ അതീതമായ തികച്ചും പെർഫെക്റ്റായ ഒരു ലോകം. എല്ലാം വളരെ കൃത്യമായി അവിടെ നടന്നു പോവുകയായിരുന്നു. എന്നാൽ സോഫിയ അഥവാ ജ്ഞാനം എന്നു പേരുള്ള ഒരു ഇയോൺ തന്റെ പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് മൊണാഡിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് വരെ മാത്രം അവിടെ വച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി. അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം, വ്യാജ സൃഷ്ടാവ്. അങ്ങനെ സോഫിയയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ വലിയ തെറ്റിൽ നിന്നാണ് ഡെമ്യൂർജ് എന്ന വ്യാജ സൃഷ്ടാവ് ഉണ്ടാകുന്നത്. ഭയങ്കര അഹങ്കാരിയായ, എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് തീരെ അറിയാത്ത ഒരുവനാണവൻ. യഥാർത്ഥ ദിവ്യലോകമായ പ്ലിറോമയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഈ ഡെമ്യൂർജാണ് അപാകതകൾ നിറഞ്ഞ നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചത്. അവനാണ് ലോകത്ത് നിയമങ്ങളുണ്ടാക്കുന്നതും മനുഷ്യരോട് തന്നെ മാത്രം ആരാധിക്കാൻ ആവശ്യപ്പെടുന്നതും. പക്ഷേ ഈ ഡെമ്യൂർജിന്റെ ക്രൂരമായ ഭരണത്തിനിടയിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റിൽ വലിയ ദുഃഖം തോന്നിയ സോഫിയ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ചെറിയ ദിവ്യപ്രകാശം രഹസ്യമായി ഒളിപ്പിച്ചുവെച്ചു, ഒരു ഡിവൈൻ സ്പാർക്ക്. അതായത് ആ യഥാർത്ഥ വെളിച്ചത്തിന്റെ ഒരു ചെറിയ അംശം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്. ഇതറിഞ്ഞ ഡെമ്യൂർജ് എങ്ങനെയെങ്കിലും ആ വെളിച്ചത്തെ ഈ ഭൗതിക ശരീരത്തിൽ എന്നേക്കുമായി തളച്ചിടാൻ തീരുമാനിച്ചു. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. ഈ വലിയ ജയിലിലെ കാവൽക്കാർ അഥവാ ഗാർഡ്സ് ഓഫ് ദ പ്രിസൺ. ഈ കാവൽക്കാരെ ഗ്നോസ്റ്റിക്കുകൾ ആർക്കൺസ് എന്നാണ് വിളിച്ചത്. അതായത് ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന ഗാലക്റ്റിക് വാർഡന്മാർ. മനുഷ്യരുടെ ഉള്ളിലെ ആ ഡിവൈൻ സ്പാർക്ക് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ അവർ ഭയം, ആഗ്രഹം, അതുപോലെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങൾ, എന്തിന് മതപരമായ അന്ധവിശ്വാസങ്ങൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതിരിക്കാൻ ഇവരെപ്പോഴും ശ്രദ്ധിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. കാരണം ഗ്നോസ്റ്റിക് വിശ്വാസപ്രകാരം ഒരാൾ മരിക്കുമ്പോൾ ആ ആത്മാവ് നേരെ സ്വർഗത്തിലേക്കൊന്നും പോകുന്നില്ല. പകരം ഈ ആർക്കൺസ് അവരെ വഴിയിൽ തടയുകയും ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്യും. ആത്മാവിന് ഈ ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ മൊത്തം മായ്ച്ചു കളഞ്ഞ് വീണ്ടും ഈ ശരീരമെന്ന ജയിലിലേക്ക് തന്നെ അവരെ തിരിച്ചയക്കും. ഈ പുനർജന്മം അങ്ങനെയൊരു അവസാനമില്ലാത്ത ചക്രമായി തുടരും. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ നാലാമത്തെ ഭാഗം, ഗ്നോസിസിലൂടെയുള്ള ഉണർവ്. ഗ്നോസിസ്, അതാണ് ഇതിനുള്ള ഒരേയൊരു ഉത്തരം. വെറുമൊരു അന്ധവിശ്വാസമോ ആരെങ്കിലും പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതോ അല്ല ഗ്നോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ആന്തരികമായ തിരിച്ചറിവാണ്. അതായത് നമ്മളൊരു സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് എന്ന പെട്ടെന്നുള്ള ആ ഒരു ഉൾവിളി. ഈയൊരു ആത്മീയ ജ്ഞാനം ലഭിക്കുമ്പോൾ തന്നെ ആർക്കൺസിന്റെ ശക്തിയില്ലാതാവുകയും നമ്മുടെ ആത്മാവ് പൂർണ്ണമായും സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. ഇതിലേറ്റവും രസകരമായ മറ്റൊരു കാര്യം ഇവർ യേശുക്രിസ്തുവിനെ കണ്ടിരുന്ന രീതിയാണ്.
പരമ്പരാഗത വിശ്വാസപ്രകാരം യേശു പാപങ്ങൾ തീർക്കാൻ വന്ന ആളാണല്ലോ. എന്നാൽ ഗ്നോസ്റ്റിക്കുകൾ പറയുന്നത് അതല്ല. യേശു ഈ വലിയ തട്ടിപ്പ് പൊളിക്കാൻ വന്ന ഒരു വിമോചകനാണ്. പാപത്തിൽ നിന്നല്ല, മറിച്ച് ഈ അജ്ഞതയിൽ നിന്നും നിത്യാബോധത്തിൽ നിന്നും നമ്മളെ ഉണർത്താൻ വന്ന ഒരു സന്ദേശവാഹകൻ. യഥാർത്ഥ ദൈവികത നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരാം. മറഞ്ഞ രഹസ്യങ്ങളും ഇന്നത്തെ കാലത്തെ അതിന്റെ പ്രതിധ്വനികളും. 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൽ വളരെ സജീവമായിരുന്ന ഈ ചിന്താധാരയെ 4-ാം നൂറ്റാണ്ടോടെ അന്നത്തെ സഭകൾ വലിയ മതനിന്ദയായി പ്രഖ്യാപിച്ചു. അതോടെ അവരെ വേട്ടയാടുകയും അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചുകളയുകയും ചെയ്തു. ക്രമേണ എല്ലാവരും അത് മറന്നു. പിന്നെ 1945-ൽ ഈജിപ്തിലെ നാഗ് ഹമ്മാദിയിൽ വെച്ച് ഒരു കർഷകന് അവരുടെ പഴയ രേഖകൾ കിട്ടുന്നതുവരെ ഈ വലിയ രഹസ്യം മണ്ണിൽ തന്നെ മൂടിക്കിടക്കുകയായിരുന്നു. പക്ഷേ സത്യത്തില് ഈ ആശയം ഇന്നും എവിടെയും പോയിട്ടില്ല. നമ്മൾ സ്ഥിരമായി കാണുന്ന പോപ്പ് കൾച്ചറിലെ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദ മാട്രിക്സും ദ ട്രൂമാൻ ഷോയുമൊക്കെ നമ്മൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു, അല്ലേ? കാൾ യുങ്ങിന്റെ മനഃശാസ്ത്രത്തിലും ഫിലിപ്പ് കെ ഡിക്കിന്റെ നോവലുകളിലുമൊക്കെ ഈ ഗ്നോസ്റ്റിക് ആശയങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം. റിയാലിറ്റി എന്താണെന്ന അന്വേഷണം മനുഷ്യൻ ഇന്നും തുടരുകയാണ്. അപ്പോ ഈ അവസാനത്തെ ചിന്തയോടെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം. ഉണരുക, കൂടുതൽ ആഴത്തിൽ നോക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഓർക്കുക. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിലോ? ആ ഒരു അന്വേഷണം നിങ്ങളുടെ ഉള്ളിലും എപ്പോഴും ഉണ്ടാകട്ടെ.